ദുബായ് ഗ്ലോബ് സോക്കർ അവാർഡ് വേദിയിൽ ഇന്നലെ നൽകിയ അവാർഡുകളിൽ ഒരു സ്പെഷ്യൽ അവാർഡായിട്ട് നമുക്കൊക്കെ തോന്നിയ അവാർഡാണ് നമ്മളെ സൂപ്പർ താരം നെയ്മർ ജൂനിയർക്ക് ഈ ഒരു അവസ്ഥയിൽ കിട്ടിയ അവാർഡ്. അതായത് കളത്തിന് പുറത്ത് മാസങ്ങളോളായിട്ട് കളത്തിന് പുറത്താണ്. ഒരു പക്ഷേ അദ്ദേഹം തന്നെ കളത്തിലേക്ക് തിരിച്ചു വരാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് അദ്ദേഹത്തെ കൊണ്ട് സാധിക്കാത്ത ഒരവസ്ഥ, കരഞ്ഞിട്ടും അതുപോലെ ഒരുപാട് സങ്കടപ്പെട്ടും അദ്ദേഹം കളത്തിൽ നിന്ന് ഓരോ തവണയും കളം വിടുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക മാനസികാവസ്ഥ നമുക്കൊക്കെ മനസ്സിലാവും. അതുപോലെ തന്നെ നെയ്മർ ജൂനിയറിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെയൊക്കെ ഇടയിൽ റീസെൻ്റ്ലി അദ്ദേഹത്തിന് കിട്ടിയ 2 അവാർഡുകൾ, അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന 1-2 ബെറ്റർ ദിവസങ്ങൾ, അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതായത് അങ്ങനെ 3-4 കാര്യങ്ങളാണ് ഓൾറെഡി നെയ്മർ ജൂനിയറിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നിലവിലുള്ള അപ്ഡേഷനുകൾ. ഒന്നാമത്തത് അദ്ദേഹത്തിന് ബ്രസീലിൻ്റെ ആൾ ടൈം ടോപ്പ് സ്കോറർക്കുള്ള അവാർഡ് 2-3 ദിവസം മുന്നേ ഏറ്റുവാങ്ങിയത്. 79 ഗോള് ആണ് അദ്ദേഹം ബ്രസീൽ നാഷണൽ ടീമിന് വേണ്ടിയിട്ട് ഇതുവരെ അടിച്ചു കൂട്ടിയത്. പെലെയുടെ റെക്കോർഡാണ് അദ്ദേഹം മറികടന്നത്. ഈ പരിക്കിന് മുന്നേ ഒക്കെ ബ്രസീലിന് വേണ്ടി കളിക്കുന്ന സമയത്ത് മറികടന്നിട്ടുണ്ട് പെലെയെ. 128 മത്സരങ്ങളിൽ നിന്നാണ് 79 ഗോളുകൾ നെയ്മർ ജൂനിയർ അടിച്ചു കൂട്ടിയത്. പെലെയുടെ ഗോളുകൾ, അതുപോലെ തന്നെ തൊട്ടു പിറകിലുള്ള റൊണാൾഡോ നസാരിയോടെ 62 ഗോളുകളൊക്കെ മുന്നേ തന്നെ മറികടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അവാർഡ് അദ്ദേഹത്തിന് ഈയിടെയാണ് 2 ദിവസം മുന്നെയാണ് കിട്ടിയത്. കുറച്ച് വൈകിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കൈകളിൽ ആ ഒരു അവാർഡ് എത്തി. ആ ഒരു അവാർഡിൻ്റെ തൊട്ട് പിറകെ ഇതായിപ്പോൾ ദുബായ് ഗ്ലോബ് സോക്കർ അവാർഡിൽ മികച്ച കരിയറിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അവാർഡ് അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം ആ ഒരു അവാർഡും അവിടെ വെച്ചിട്ട് ഏറ്റുവാങ്ങി. അങ്ങനെ 1-2 അവാർഡുകൾ കരിയറിൻ്റെ ഈ ഒരു മോശം അവസ്ഥ മീൻസ് അദ്ദേഹത്തിൻ്റെ മത്സരത്തിൻ്റെ ഫോം ഔട്ട് സാഹചര്യമല്ല പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ സാഹചര്യത്തിനും അദ്ദേഹം 1-2 അവാർഡുകൾ ഏറ്റുവാങ്ങാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിന് നല്ലൊരു മുതൽക്കൂട്ട് തന്നെയാകാം. അങ്ങനെ 1-2 അവാർഡുകൾ കിട്ടി. ഇനി വരാനിരിക്കുന്ന 2 അപ്ഡേഷനുകൾ, അതായത് ബ്രസീൽ നെയ്മർ ജൂനിയർ ഫാൻസിനൊക്കെ ആവേശം കൊള്ളിക്കുന്ന 1-2 അപ്ഡേഷനുകൾ കൂടിയുണ്ട് സൂപ്പർ താരം നെയ്മർ ജൂനിയറിൻ്റെ ഭാഗത്ത് നിന്ന്. അതിൽ ഒന്നാമത്തതും 2ാമത്തതും ഒക്കെ അദ്ദേഹം കളത്തിലേക്ക് തിരിച്ചു വരുന്ന അപ്ഡേഷനുകൾ തന്നെയാണ്. അൽ ഹിലാലിന് വേണ്ടിയിട്ട് ആണ് അദ്ദേഹം അടുത്ത് തിരിച്ചു വരാൻ പോകുന്നത്. ജനുവരിയിൽ അദ്ദേഹം തിരിച്ചെത്തും എന്ന് 99% ഉറപ്പാണ്. ജനുവരി എന്ന് പറയുമ്പോൾ അടുത്ത മാസം അദ്ദേഹം അൽ ഹിലാലിന് വേണ്ടിയിട്ട് കളത്തിലേക്ക് തിരിച്ചെത്തും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. അതാണ് ആദ്യത്തേത്. ആ ഒരു മത്സരം കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ്. കാരണം ഇപ്പോൾ കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ അദ്ദേഹം മാസങ്ങളോളം റെസ്റ്റ് എടുത്തിട്ട് അദ്ദേഹം കളത്തിലേക്ക് തിരിച്ചെത്തി. പക്ഷേ ആ ഒരു മത്സരത്തിൽ പകരക്കാരനായിട്ട് ഇറങ്ങിയിട്ട് പോലും അദ്ദേഹത്തിന് വീണ്ടും പരിക്ക് പറ്റി പുറത്തു പോകേണ്ട ഒരു ദുരവസ്ഥ. ആ ഒരു മത്സരം പോലും കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതെ അദ്ദേഹം കളം വിട്ടു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് വീണ്ടും റെസ്റ്റിലേക്ക് അദ്ദേഹം പോയി. മാനസികമായിട്ട് ഓൾറെഡി അദ്ദേഹം തകർന്നിട്ടുണ്ടാകും എന്നുള്ളത് നമുക്ക് 100% ഉറപ്പാണ്. കാരണം ഒരു താരം നിരന്തരമായിട്ട് പരിക്കിൻ്റെ പിടിയിലാകുമ്പോൾ, അല്ലെങ്കിൽ മാസങ്ങളോളം ആ ഒരു പരിക്ക് ഭേദമാകാനുള്ള ചികിത്സകൾ തേടിയിട്ട് പിന്നീട് റിക്കവർ ചെയ്ത് വന്ന് ആദ്യത്തെ മത്സരത്തിൽ തന്നെ വീണ്ടും പരിക്ക് പറ്റി പുറത്ത് പോകേണ്ട ഒരു അവസ്ഥയൊക്കെ വരുമ്പോൾ ഏതൊരു താരമാണെങ്കിലും മാനസികമായിട്ട് തകരും എന്നുള്ളത് 100% നമുക്ക് ഉറപ്പാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വീണ്ടും അദ്ദേഹം കളത്തിൽ നിന്ന് പുറത്തു പോയി. പിന്നീട് ഇപ്പോൾ വരുന്ന ഈ ഒരു അപ്ഡേഷൻ, അതായത് ജനുവരിയിൽ അദ്ദേഹം തിരിച്ചെത്തും അൽ ഹിലാലിന് വേണ്ടിയിട്ട് കളത്തിലിറങ്ങും എന്നുള്ളൊരു അപ്ഡേഷൻ വരുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് പ്രതീക്ഷയാണ് അദ്ദേഹം പൂർണ്ണമായിട്ട് റിക്കവർ ആയിട്ടുണ്ടാവും എന്നുള്ളത്. അന്ന് കുറച്ച് മുന്നേ അൽ ഹിലാലിന് വേണ്ടി കളത്തിലിറങ്ങുമ്പോൾ അന്ന് പരിശീലകനോ അല്ലെങ്കിൽ അൽ ഹിലാലിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള അറിയിപ്പുണ്ടായിരുന്നു അദ്ദേഹം പതിയെ കളത്തിലേക്ക് തിരിച്ചെത്തും എന്നുള്ളൊരു അപ്ഡേഷൻ അദ്ദേഹം അന്ന് കളത്തിലിറങ്ങുമ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ട് റിക്കവർ ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മളൊക്കെ കരുതുന്നത്. അത് റിക്കവറായിട്ട് തന്നെയായിരിക്കാം അദ്ദേഹം കളത്തിലേക്ക് ഇറങ്ങുന്നതും. അതിന് മാത്രമേ കഴിയുള്ളൂ. അൽ ഹിലാലിന് വേണ്ടിയിട്ട് നമ്മൾ അദ്ദേഹം കളത്തിലിറങ്ങുന്നത് കാത്തിരിക്കുകയാണ്. 6 മാസത്തോളമായി അദ്ദേഹത്തിൻ്റെ ആ ഒരു മത്സര ശൈലി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മത്സരം നമ്മൾ കളത്തിൽ ആസ്വദിച്ചിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണം അൽ ഹിലാലിന് വേണ്ടിയിട്ട്. ഇനി എത്ര മത്സരങ്ങൾ അദ്ദേഹം കളിക്കും എന്നുള്ളതൊന്നും കൺഫേം അല്ല. കാരണം അൽ ഹിലാൽ അദ്ദേഹത്തെ ഇനി നിലനിർത്തുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമൊന്നും ഇതുവരെ ആയിട്ടില്ല. മാനേജറിൻ്റെ ഭാഗത്തു നിന്നുള്ള അതിൻ്റെ അപ്ഡേഷനൊന്നും വന്നിട്ടില്ല. പക്ഷേ അൽ ഹിലാലിന് വേണ്ടിയിട്ട് 2025 കിരീടങ്ങൾ നേടണം, എന്തെങ്കിലുമൊക്കെ നേടിക്കൊടുക്കണം എന്നുള്ള കാര്യം നെയ്മർ ജൂനിയർ കുറച്ച് ദിവസം മുന്നേ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അൽ ഹിലാലിന് വന്നതിന് ശേഷം അദ്ദേഹം ഒരു സ്ഥിരമായിട്ട് അതിൽ കുറച്ച് ഗെയിമുകൾ കളിച്ചിട്ടില്ല, ഒന്നും നേടിയിട്ടില്ല.
അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ക്ലബിലേക്ക് ഒരു എന്താ പറയുക ഫാൻ പവർ ഉള്ള ഒരു ക്ലബിലേക്ക് എത്തിയിട്ട് അവിടെ എന്തെങ്കിലും നേടാതെ അദ്ദേഹം മറ്റൊരു ക്ലബിലേക്ക് ചേക്കേറുമോ, അല്ലെങ്കിൽ ആ ഒരു ക്ലബ്ബ് അദ്ദേഹത്തെ ഈ ഒരു പരിക്ക് കാരണം ഈ ഒരു ഇങ്ങനത്തെ ഒരു കരിയർ ഉള്ള ഒരു താരത്തെ അദ്ദേഹം അവർ നിലനിർത്തുമോ എന്നുള്ള കാര്യങ്ങളൊന്നും കൺഫേം അല്ല. ഏതായാലും 2025 അതായത് അടുത്ത വർഷം ഏറെക്കുറെ തീരുമാനമാകും നെയ്മർ ജൂനിയറിൻ്റെ അൽ ഹിലാലിലെ ഭാവി. ഇന്റർ മയാമിയിലേക്ക് ചേക്കേറാൻ സാധ്യതകൾ ഏറുന്നുണ്ട്. അതിൻ്റെ ചർച്ചകൾ തന്നെയാണ് കൂടുതൽ നടക്കുന്നത്. കാരണം സൂപ്പർ താരം ലയണൽ മെസ്സിക്ക് നെയ്മർ ജൂനിയറെ ടീമിലെത്തിക്കാൻ അതിയായ താല്പര്യമുണ്ട് എന്ന് ഇന്റർ മയാമിയുടെ ഓണർ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. MSN ത്രയം അവിടെയും രൂപം കൊള്ളും. ആ ഒരു കൂട്ടുകെട്ട് നമുക്ക് ആ കൂട്ടുകെട്ടിലെ മത്സരങ്ങളിൽ നമുക്ക് അവിടെയും കാണാൻ കഴിയും എന്നുള്ള പ്രതീക്ഷകളുണ്ട്. അൽ ഹിലാൽ വിടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചാൻസ് ഇപ്പോൾ കൂടുതൽ കാണുന്നത് ഇന്റർ മയാമിയിലേക്ക് ചേക്കേറുമെന്ന് തന്നെയാണ്. ലയണൽ മെസ്സിയോട് അദ്ദേഹത്തിൻ്റെ കളത്തിലെ ഏറ്റവും മികച്ച കൂട്ടുകാരൻ്റെ അടുത്തേക്ക് തന്നെ അദ്ദേഹം ചേക്കേറിയേക്കാം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്റർ മയാമിയുടെ ഓണറും ഇത് സൂചിപ്പിച്ച് അങ്ങനെ ഒരു സൂചന നൽകിക്കഴിഞ്ഞു. അദ്ദേഹത്തിനെ എത്തിക്കാനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുത്തില്ല എന്നുള്ളൊരു അപ്ഡേഷന് ഇന്റർ മയാമിയുടെ ഓണറും അറിയിച്ചു കഴിഞ്ഞു. അതുപോലെ ലയണൽ മെസ്സി ഒക്കെ അദ്ദേഹത്തെ ടീമിൽ എത്തിക്കാൻ താല്പര്യമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഒക്കെ നോക്കുമ്പോൾ അൽ ഹിലാൽ വിടുകയാണെങ്കിൽ അല്ലെങ്കിൽ അൽ ഹിലാൽ അദ്ദേഹത്തെ റിലീസാക്കുകയാണെങ്കിൽ അദ്ദേഹം അമേരിക്കയിൽ തന്നെ എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ. ഏതായാലും ആ ഒരു അൽ ഹിലാലിലേക്ക് തിരിച്ചെത്തുന്ന ആ ഒരു മത്സരവും പിന്നെ മഞ്ഞക്കുപ്പായത്തിലേക്ക് അദ്ദേഹം തിരിച്ചെത്തുന്ന ആ ഒരു മത്സരവും, ഈ ഒരു 2 മത്സരങ്ങളാണ് നമ്മളൊക്കെ കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത്. ബ്രസീൽ നാഷണൽ ടീമിന് വേണ്ടിയിട്ട് അദ്ദേഹം ഈ കളത്തിലിറങ്ങുന്ന ആ ഒരു ദിവസം ഒരുപക്ഷേ കൊളംബിയക്കെതിരെ ആയിരിക്കും അദ്ദേഹം ഇനി ബ്രസീലിന് വേണ്ടിയിട്ട് ബൂട്ടണിയുക. മാർച്ചിലാണ് ബ്രസീലിൻ്റെ അടുത്ത വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ വരുന്നത്. കൊളംബിയയുമായിട്ടും അത് കഴിഞ്ഞിട്ട് അർജന്റീനയുമായിട്ടൊക്കെയാണ് ബ്രസീലിൻ്റെ അടുത്ത വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ വരുന്നത്. ഈ ഒരു മത്സരത്തിലൊക്കെ ആയിരിക്കാം നെയ്മർ ജൂനിയർ അൽ ഹിലാലിൽ അതിന് മുന്നേ കളത്തിലിറങ്ങി കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ അദ്ദേഹം പരിക്കും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ പെർഫോം ചെയ്യുകയാണെങ്കിൽ ബ്രസീൽ നാഷണൽ ടീമിന് വേണ്ടിയിട്ട് മാർച്ച് മാസത്തിൽ അദ്ദേഹം കൊളംബിയക്കെതിരെ ആയിരിക്കും ആദ്യമായിട്ട് കളത്തിലിറങ്ങാൻ പോകുന്നത്. ആ ഒരു എന്താ പറയുക ബ്രേക്കിൽ തന്നെ 2ാമത്തെ മത്സരം അർജന്റീനയ്ക്കെതിരെയും ഉണ്ട്. ആ ഒരു മത്സരത്തിലും അദ്ദേഹം അവൈലബിൾ ആകും എന്ന് തന്നെയാണ് നമ്മളൊക്കെ കരുതുന്നത്. കൊളംബിയക്കെതിരെ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ചടപ്പുള്ള കാര്യമാണ്. കാരണം കളിയിലേറെ ഫോളിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു ടീമായിരിക്കാം ചിലപ്പോൾ കൊളംബിയ. നെയ്മർ ജൂനിയറെയൊക്കെ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ ലയണൽ മെസ്സിയൊക്കെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്ന ഒരു പ്രവണതയുള്ള ടീമാണ് കൊളംബിയ. ഒരു ഫോളിൻ്റെ ഒരു പ്രവണത കളത്തിൽ കാണിക്കുന്ന ഒരു ടീം. ആ ഒരു മത്സരത്തിൽ തന്നെ നെയ്മർ ജൂനിയർ തിരിച്ചെത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. കോപ്പ അമേരിക്ക സമയത്തൊക്കെ നെയ്മർ ജൂനിയർ കൊളംബിയൻ താരങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നതും നിരന്തരമായിട്ട് അദ്ദേഹത്തെ ഫോൾ ചെയ്യുന്ന സമയത്ത് ഒളിമ്പ്യൻ താരത്തിനെതിരെ പ്രതികരിക്കും. അദ്ദേഹം ഒരു താരത്തിൻ്റെ നേരെ ബോൾ കൊണ്ട് അടിക്കുന്നതൊക്കെ നമ്മൾ മുന്നേ കണ്ടതാണ് ഏതൊരു കോപ്പ അമേരിക്കയിൽ. അപ്പോൾ കൊളംബിയക്കെതിരെയാണ് അർജന്റീനക്കെതിരെയൊക്കെയാണ് അദ്ദേഹം ഈ കളത്തിൽ ബ്രസീലിന് വേണ്ടിയിട്ട് തിരിച്ചെത്തുക. ആ ഒരു ദിവസവും അതുപോലെ അൽ ഹിലാലിന് വേണ്ടിയിട്ട് കളത്തിലിറങ്ങുന്ന ആ ഒരു ദിവസവും അദ്ദേഹത്തിന് ഇനി വരാനുണ്ട്. അതാണ് ഇനി നമ്മളൊക്കെ കാത്തിരിക്കുന്നത്, നെയ്മർ ജൂനിയർ ഫാൻസൊക്കെ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്രസീലിൻ്റെ വലിയേട്ടൻ തിയാഗോ സിൽവയുടെ ഒരു കോൺഫിഡൻസ് നിറഞ്ഞിട്ടുള്ളൊരു സംസാരം ഉണ്ടായിട്ടുണ്ട്. അതായത് ധൈര്യമായിട്ട് ഇറങ്ങിക്കോളൂ നമ്മളൊക്കെ ഉണ്ട് കൂടെ എന്നുള്ള ഒരു കോൺഫിഡൻസ് നൽകുന്ന ഒരു സംസാരം. അതൊക്കെ മുതിർന്ന താരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ തൻ്റെ കൂടെ കളിച്ചിട്ടുള്ള സീനിയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളിൽ നിന്നൊക്കെ അമ്മാരി വാക്ക് കേൾക്കുമ്പോൾ അതന്നെ മതി കോൺഫിഡൻസ് കിട്ടാൻ കളത്തിലേക്ക് തിരിച്ചെത്താൻ. വലിയേട്ടൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു സംസാരമാണ് ധൈര്യമായിട്ട് കളത്തിലിറങ്ങും നമ്മളൊക്കെ ഉണ്ട് കൂടെ എന്നുള്ളൊരു കോൺഫിഡൻസ് നൽകുന്ന ഒരു സംസാരം സൂപ്പർ താരം തിയാഗോ സിൽവയുടെ ഭാഗത്തു നിന്ന് ഇന്നലെ ഉണ്ടായി. അപ്പോൾ ഏതായാലും 2 അവാർഡുകൾ റീസെൻ്റ്ലി നേടിക്കഴിഞ്ഞു. അതിൻ്റെയൊക്കെ ഒരു കോൺഫിഡൻസിൽ അദ്ദേഹം ഇനി കളത്തിലിറങ്ങുകയാണ്. ഇതുവരെ കഴിഞ്ഞ മത്സരം, ഇതുവരെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട കരിയർ, മത്സരങ്ങൾ, ടൂർണമെൻറ്റുകൾ എല്ലാം ഒരു സൈഡിലാക്കിയിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കരിയറെങ്കിലും അദ്ദേഹത്തിന് ശക്തമായിട്ട് ബിൽഡ് ചെയ്തിട്ട് ഒരുപാട് നേട്ടങ്ങൾ അദ്ദേഹത്തിന് കൊയ്യാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കട്ടെ എന്നുള്ളത് നമുക്ക് ആശംസിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു നഷ്ടം ഫുട്ബോളിന് മൊത്തം, ബ്രസീൽ നെയ്മർ ഫാൻസിന് മാത്രമല്ല ഫുട്ബോളിന് മൊത്തം നഷ്ടം തന്നെയാണ്. കളത്തിൽ അദ്ദേഹം ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മത്സരം ആസ്വദിക്കാൻ കഴിയാത്തതിൻ്റെ നഷ്ടം അതൊരു നഷ്ടം തന്നെയാണ്.